അങ്ങനെ പറയാം, യെസ് ഓർ നോ. അത് പറയുന്നതിന് പകരം ഇയാൾ പറയാണ്, കുളത്തിൽ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലിറക്കാൻ ആരുമേ ഇല്ല. എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? ഈ 38 കൊല്ലമായി തളർന്നു കിടക്കുന്ന തളർവാദ രോഗിയെ സംബന്ധിച്ച് സുഖപ്പെടാൻ ജീവിതത്തിൽ ഒറ്റ വഴിയേ ഉള്ളൂ, കുളത്തിലിറങ്ങുക. തളർവാദ രോഗിയെ സംബന്ധിച്ച് സൗഖ്യം കിട്ടാൻ അവന്റെ കൺമുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ വഴി. മനസ്സിലായോ? ഏകവും ശ്ലൈകികവും കാതോലികവുമായ കത്തോലിക്ക സഭയെന്ന് പറയുന്ന പോലെ അവന്റെ മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ വഴി. എന്താണ് ആ വഴി? സുഖപ്പെടാൻ ഈ ജീവിതത്തിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ആ വഴിയാണ് കുളം. അവൻ ഇങ്ങനെ കുളം കലങ്ങുന്നത് നോക്കിയിരിക്കുകയാണ്. അവൻ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ വേർത്തപ്പം നിറയിപ്പോ. കർത്താവ് പറയാണ്, എടാ പൊന്നു മോനെ, നിന്റെ മുമ്പിൽ ഈ വഴിയേ ഉള്ളൂ. എൻ്റെ മുമ്പിലേ നിന്നെ കുളത്തിലിറക്കാതെ നിന്നെ ഇവിടെ തന്നെ കിടത്തിക്കൊണ്ട് നിന്റെ കണ്ണ് പോലും ഒന്ന് ചിമ്മി തുറക്കാനുള്ള നാഴിക നേരം പോലും വേണ്ടി വരാതെ നിന്നെ സുഖപ്പെടുത്താൻ 1000, 10,000, 1,00,000, 1,00,00,000 വഴി എൻ്റെ തലയിലുണ്ട്. നിനക്ക് സുഖപ്പെടണോ? നിന്റെ മുമ്പിൽ ഈ വഴിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഹാഗാർ കരയുന്നത്. അവിടെ മുമ്പിൽ ഈ തുകൽ സഞ്ചിയിലെ വെള്ളം മാത്രമേ ഉള്ളൂ. സർവൈവലിന്റെ അവസാനത്തെ അവശേഷിക്കുന്ന ജീവനാംശം, ജീവിക്കാനുള്ള മുന്നോട്ടുള്ള അവസാനത്തെ റിസോഴ്സ് അതേ ഉള്ളൂ. കർത്താവ് പറയാണ്, ഈ തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിന്ന് ദൂതൻ വെള്ളം കൊണ്ടുവന്ന് തരും. ഹല്ലേലൂയ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക, ഒരു വഴിയല്ല നമ്മുടെ മുമ്പിൽ ഇപ്പൊ ഈ ബാങ്ക് ലോൺ അടയ്ക്കാൻ ഈ ആള് തരുന്ന പണം. അതല്ല, വേറെ ഒരുപാട് വഴിയുണ്ട് ദൈവത്തിന്.